ഏപ്രിൽ 21 വിശുദ്ധ ആൻസലം മെത്രാൻ വേദപാരംഗതൻ. 1033 മുതൽ 1109 വരെ കാലഘട്ടം. ഇറ്റലിയിൽ അവോസ്ത എന്ന പ്രദേശത്ത് ലൊംബാർഡ് രാജകുടുംബത്തിൽ ആൻസലം ജനിച്ചു. മാതാവായ എർമെൻബെർഗ ഭക്തയായിരുന്നു. അമ്മയുടെ മരണശേഷം പിതാവിൻ്റെ പെരുമാറ്റം അക്രമാസക്തമായി. 15-ാമത്തെ വയസ്സിൽ ആ യുവാവ് സന്യാസം വരിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും പിതാവിൻ്റെ എതിർപ്പ് മൂലം അവന് സാധിച്ചില്ല. തന്നിമിത്തം മതകാര്യങ്ങളിൽ അശ്രദ്ധനായി 12 വർഷം ചെലവഴിച്ചു. 1060 ഇംഗ്ലണ്ടിൽ പോയി നോർമണ്ടിയിൽ ബെക്ക് എന്ന പ്രദേശത്തുള്ള ആശ്രമത്തിൽ ചേർന്നു. ലാൻഫ്രാങ്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. 1063 പ്രസ്തുത ആശ്രമത്തിൽ ആൻസലം പ്രയോറായി. 1078 അവിടുത്തെ ആബട്ടുമായി. അക്കാലത്താണ് ദൈവം എന്തിനു മനുഷ്യനായി എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ആർച്ച് ബിഷപ്പ് ലാംഗു ഫ്രാങ്കു ദിവംഗതനായപ്പോൾ ആൻസലം കാൻറ്റർബറി ആർച്ച് ബിഷപ്പായി. അന്ന് അദ്ദേഹത്തിന് 60 വയസ്സുണ്ടായിരുന്നു. അന്നത്തെ രാജാവ് വില്യം റൂഫസ് തിരുസഭയുടെ സ്വത്ത് കൊള്ളയടിക്കുകയായിരുന്നു. റോമയിൽ പോയി പാലിയം സ്വീകരിക്കാൻ അദ്ദേഹം ആൻസലമിനെ അനുവദിച്ചില്ല. ആൻസലം സ്വയം നാടുവിട്ടുപോയി പാലിയം സ്വീകരിച്ച് വിപ്രവാസത്തിൽ കഴിഞ്ഞു. 1100 റൂഫസ് രാജാവ് മരിക്കുകയും ഹെൻറി ഒന്നാമൻ രാജാവാവുകയും ആർച്ച് ബിഷപ്പിനെ തിരികെ വിളിക്കുകയും ചെയ്തു. ഹെൻറിയും ആൻസലവും തമ്മിൽ മെത്രാന്മാരുടെ നിയമനാധികാരത്തെക്കുറിച്ച് തർക്കമുണ്ടായി. മെത്രാന്മാർക്ക് സ്ഥാനവസ്ത്രം നൽകുവാനുള്ള അധികാരം തനിക്കാണെന്ന് ഹെൻറി ശഠിച്ചു. മാർപ്പാപ്പയുടെ പരമാധികാരത്തെ പിന്താങ്ങിയ ആർച്ച് ബിഷപ്പിനെ രാജ്യദ്രോഹിയെന്ന് ചിലർ മുദ്രകുത്തി. റോമാ സിംഹാസനത്തിൻ്റെ അധികാരം നിഷേധിക്കാത്തതുകൊണ്ട് ഞാൻ രാജാവിനോടുള്ള വിശ്വസ്തത ലംഘിക്കുകയാണെന്ന് ആരെങ്കിലും ശഠിക്കുകയാണെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വരട്ടെ എന്ന് ആർച്ച് ബിഷപ്പ് വെല്ലുവിളിച്ചു. വീണ്ടും ആർച്ച് ബിഷപ്പ് നാട് കടത്തപ്പെട്ടു. 1107 തിരുസഭയും ഹെൻറിയും തമ്മിലുള്ള തർക്കം അവസാനിക്കുകയും ആൻസലം കാൻറ്റർബറിയിലേക്ക് മടങ്ങുകയും ചെയ്തു. വിശുദ്ധ ആൻസലം തൻ്റെ കഷ്ടതകളുടെ ഇടയിൽ പല നല്ല ഗ്രന്ഥങ്ങളും എഴുതി സ്കൊളാസ്റ്റിസിസത്തിൻ്റെ പിതാവ് എന്ന പേരിന് അർഹനായിട്ടുണ്ട്. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹത്തോട് തുലനം ചെയ്യാവുന്ന സമകാലികന്മാരുണ്ടായിരുന്നില്ല. അടിമക്കച്ചവടത്തെ ആദ്യം എതിർത്തത് ആൻസലമാണ്. ദൈവമാതാവിനോടുള്ള ഭക്തിയിലും ബിഷപ്പ് ആൻസലം മുൻപന്തിയിലായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ദൈവമാതാവിൻ്റെ അമലോത്ഭവം ആദ്യം ആഘോഷിക്കാൻ തുടങ്ങിയത് ബിഷപ്പിൻ്റെ നേതൃത്വത്തിലാണ്. സ്കൊളാസ്റ്റിസിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് 1720 ഡോക്ടർ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന പദവി ലഭിച്ചു. വിശുദ്ധ ആൻസലം സ്വതവേ ശാന്തശീലനും സമാധാനപ്രിയനുമായിരുന്നുവെങ്കിലും അടിസ്ഥാന തത്വങ്ങൾ ബലികഴിച്ചുള്ള ഒത്തുതീർപ്പിന് അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഇത്തരം ധീരമനുഷ്യരെയാണ് തിരുസഭയ്ക്ക് വേണ്ടത്. വചനം ഹബക്കൂക്ക് 2-ാം അധ്യായം 4-ാം വാക്യം. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. വിചിന്തനം. ദൈവത്തിൽ വിശ്വസിച്ച് വിജയം വരിക്കുന്നവരോട് വിശുദ്ധ ആൻസലം പറഞ്ഞ വാക്കുകൾ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ വേറൊരു ഇഷ്ടം ആർക്കുമില്ല. അവിടുത്തെ ഇഷ്ടം തന്നെയാണ് സകലരുടെയും ഇഷ്ടം. എല്ലാവരുടെയും ഓരോ ആളുടെയും ഇഷ്ടം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും.